വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, നിങ്ങളൊരു പരാതിയുമായി പോവുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപടിയെടുക്കണമെന്നുള്ള നിങ്ങളുടെ ഒരു പരാതിയുണ്ട്. ഒപ്പമാണ് രഞ്ജിത്തിനെതിരെ മന്ത്രി സ്വീകരിച്ച നിലപാട്. എന്താണ് നിങ്ങളുടെ ഒരു ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു പരാമർശം? തീർച്ചയായിട്ടും ഇതിനകത്ത് സർക്കാർ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. പരസ്യമായി ഇരകളാരും ഈ ആരോപണ നേരിടുന്നവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ബംഗാളി നടി ഫിലിം അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്തിനെതിരെ തന്നെ പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പൊ സർക്കാർ വളരെ വിചിത്രമായ വാദഗതി പറയുന്നത് ഇനി അത് എഴുതി കൊടുക്കണം എന്നുകൂടിയാണ് പറയുന്നത്. ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം അളക്കാനുള്ള ഏതെങ്കിലും മെഷീൻ CPM-ന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് അളക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത്രയും സംസ്കാരമില്ലാത്തൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കേരളം ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് ഒരു സ്ത്രീ പരസ്യമായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇനി അത് എഴുതി കൊടുക്കണമെന്നും പാർട്ടി കമ്മീഷൻ അന്വേഷിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ രഞ്ജിത്ത് ബാലുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമല്ല CPM-ന്റെ ഫിലിം അക്കാദമിയുടെ ചെയർമാനും അതുപോലെ തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സംവിധായകനുമാണ്. ആ സംവിധായകനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഇത്ര സുപ്രധാനമായ ഒരു വിവരം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ അലംഭാവം വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ തുടക്കത്തിൽ തന്നെ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരരുത് എന്നുള്ളത് എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ആദ്യത്തെ പേര് രഞ്ജിത്തിന്റെ വന്നത്. ഇനിയും വരാനുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളും വലിയ സ്വാധീനമുള്ള ആളുകളുമാണ്. അതുകൊണ്ടാണ് സർക്കാർ ആദ്യം മുതൽ തന്നെ പേര് വിവരങ്ങൾ പുറത്തു വിടില്ല എന്നുള്ള നിലപാടെടുത്തത്. 294 പേജിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ 118 പേജാണ് കട്ട് ചെയ്യാൻ പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ 11 പേജും കൂടെ എക്സ്ട്രാ കട്ട് ചെയ്തത് ഈ എക്സ്ട്രാ കട്ടിങ്ങിന്റെ ഒക്കെ ഉത്തരമാണ് സത്യത്തിൽ ഈ രഞ്ജിത്തിനെ പോലുള്ള ആളുകളുടെ പേരിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഫിലിം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ ഉടൻ പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ചു പോകണം. ഈ വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. കാരണം ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ CRPC-യുടെ 154 വെച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ സർക്കാരിന് നേരിട്ട് FIR എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ആ ഇൻഫർമേഷൻ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രമുഖയായ ഒരു നടി തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇനിയും പരാതി എഴുതി മേടിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ അലംഭാവം മാത്രമല്ല, ഒളിച്ചുകളിയാണ്. കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധവും സമരവുമായി ഈ വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. രഞ്ജിത്ത് ഉടനടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സമരം ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ അതിന്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ അത് നിയമ നടപടികളിലേക്കും ഒക്കെ പോവുകയാണ്. ശരി, അബിൻ വർക്കിയാണ്. യൂത്ത് കോൺഗ്രസും ഒരു പരാതിയുമായി പോകുന്നുണ്ട്. DGP-ക്ക് പരാതി നൽകുന്നു, മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നു. അവർ ഈ രഞ്ജിത്തിനെ നടപടി സ്വീകരിക്കണം, സാംസ്കാരിക മന്ത്രിയെയും അവർ കാണാൻ വരികയാണ്. ഹേമ കമ്മിറ്റി